Hello my dear friends, welcome back to another episode of NISHANA'S recipe notes. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്വീറ്റ് ഐറ്റവുമായിട്ടാണ്, റവ കേസരി. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് റൈസിൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം രണ്ടും കൂടെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് തന്നെ നമുക്കിത് പാനിൽ നിന്നും കോരി മാറ്റാം. ഈ സെയിം പാനിലോട്ട് തന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള റവ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് റവ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നെക്സ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളമാണ്. 1 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോണത്. 1/2 കപ്പ് റവയ്ക്ക് 1 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്ത് കൊടുക്കുന്നതോടൊപ്പം തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് കുറുകി വരും. അപ്പോൾ റവ ഏകദേശമൊക്കെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിന് വേണ്ട ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. എങ്കിലും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളർ കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ യെല്ലോ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ലെമൺ യെല്ലോ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും റൈസിൻസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ റവ കേസരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായി വിസിറ്റ് ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ കൂടെ ഒന്ന് ഹിറ്റ് ചെയ്യുക. അതിനടുത്ത് കാണുന്ന കുഞ്ഞ് ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് അതിൽ ഓൾ കൊടുത്തു കഴിഞ്ഞാലാണ് ഞാൻ ഇന്ന് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ട്യൂൺഡ്.